വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൂൾസുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡൽ ബൈലോസ് റൂൾ 6മായി ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റൂൾ 7 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റൂൾ 7 നോക്കാം. എന്താണ് റൂൾ 7 ഉള്ളത്? റൂൾ 7 പീരിയഡ് വിത്തിൻ വിച്ച് സൊസൈറ്റി ഷാൾ കമൻസ് വർക്കിംഗ്. എന്താണ് പീരിയഡ് വിത്തിൻ വിച്ച് സൊസൈറ്റി ഷാൾ കമൻസ് വർക്കിംഗ് എന്നുതൊട്ടാണ് സൊസൈറ്റി വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ്. അതായത് അതിൻ്റെ പീരിയഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം എവറി സൊസൈറ്റി ഷാൾ കമൻസ് വർക്കിംഗ് എന്ന് തൊട്ടിട്ടാണ് വർക്ക് ചെയ്യേണ്ട തുടങ്ങുന്നത് വിത്തിൻ എ പീരിയഡ് ഓഫ് 6 months ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് 6 മാസത്തിനകം എന്ത് ചെയ്യണം? സൊസൈറ്റി വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം, കമൻസ് ചെയ്യണം. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത ഭാഗമൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. വിത്തിൻ എ പീരിയഡ് ഓഫ് 6 months ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ് ദ രജിസ്ട്രാർ മേ ഗീവ് ഫർദർ എക്സ്റ്റൻഷൻ കൊടുക്കും. രജിസ്ട്രാർ ഒരു 6 മാസവും കൂടി കേട്ടോ, നോട്ട് എക്സീഡിങ് 6 months എന്നാണ് പറയുന്നത്. അതായത് 6 മാസത്തിൽ കൂടാത്ത കാലയളവ് എന്ത് ചെയ്യും? ഫർദറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഇഫ് ഇൻ ഹിസ് ഒപ്പീനിയൻ സച്ച് എക്സ്റ്റൻഷൻ ഈസ് നെസസറി. അത്തരത്തിലുള്ളൊരു എക്സ്റ്റൻഷൻ നെസസറി ആണെന്ന് കണ്ടാൽ മാത്രമേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റൂൾ 7 പീരിയഡ് വിത്തിൻ വിച്ച് സൊസൈറ്റി ഷാൾ കമൻസ് വർക്കിംഗ്. എവറി സൊസൈറ്റി ഷാൾ കമൻസ് വർക്കിംഗ് വിത്തിൻ എ പീരിയഡ് ഓഫ് 6 months ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. ദ രജിസ്ട്രാർ മേ ഗീവ് ഫർദർ എക്സ്റ്റൻഷൻ നോട്ട് എക്സീഡിങ് 6 months ഇഫ് ഇൻ ഹിസ് ഒപ്പീനിയൻ സച്ച് എക്സ്റ്റൻഷൻ ഈസ് നെസസറി. ഇവിടെ ഒന്നും യാതൊരു അമെൻമെൻറ്റ്സും വന്നിട്ടില്ല കേട്ടോ. പിന്നെ അമെൻമെൻറ്റ്സ് കടന്നു വരുന്നത് റൂൾ 9ലാണ്. പക്ഷേ നമ്മൾ എന്തായാലും റൂൾ മൊത്തം ഇങ്ങനെ പതുക്കെ വരികയാണല്ലോ. അതുകൊണ്ട് നമ്മൾ അമെൻമെൻറ്റ് നടന്ന ഭാഗം മാത്രമല്ല, അമെൻമെൻറ്റ് നടക്കാത്ത ഭാഗവും കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഈ റൂൾ 7മായി ബന്ധപ്പെട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ജസ്റ്റ് നോക്കണം. എക്സ്പ്ലനേഷനിൽ പോയിന്റുകൾ ഉണ്ട് കേട്ടോ. ഒക്കെ ഹിഡൻ പോയിന്റ്സ് ആണ്. നമ്മൾ പഠിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് റൂൾ, ഈ റൂളിൻ്റെ പർപ്പസിന് വേണ്ടി ദ സൊസൈറ്റി ഷാൾ ബി ഡീംഡ് ടു ഹാവ് കമൻസ്ഡ് വർക്കിംഗ്. എപ്പോൾ തൊട്ടാണ് സൊസൈറ്റി ഡീംഡ് ടു ഹാവ് കമൻസ്ഡ് വർക്കിംഗ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഇഫ് ഇറ്റ് ഹാസ് ഹെൽഡ് ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ആഫ്റ്റർ ഇറ്റ്സ് രജിസ്ട്രേഷൻ. അതാണ് പോയിന്റ്. അതായത് രജിസ്ട്രേഷൻ്റെ അങ്ങനെയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കടന്നു വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ആഫ്റ്റർ ഇറ്റ്സ് രജിസ്ട്രേഷന് മുമ്പ് എന്ത് മീറ്റിംഗ് കൂടിയെന്നല്ല, രജിസ്ട്രേഷൻ കഴിഞ്ഞ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഹെൽഡ് ചെയ്തതിന് ശേഷമാണ് സൊസൈറ്റി ഡീംഡ് ടു ഹാവ് കമൻസ്ഡ് വർക്കിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അതുമാത്രമല്ല ആൻഡ് അഡ്മിറ്റഡ് മെമ്പേഴ്സ് ആൻഡ് ഹാസ് അലോട്ടഡ് ഷെയർസ്. ഇതൊക്കെ തുടങ്ങുന്നത് എന്തിനു ശേഷമാണ്? അഡ്മിറ്റഡ് മെമ്പേഴ്സും അതുപോലെ തന്നെ ഹാസ് അലോട്ടഡ് ഷെയർസും ഒക്കെ, അതായത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താ? ഡീംഡ് ടു ഹാവ് കമൻസ്ഡ് വർക്കിംഗ് എന്ന് പറയുന്നത് എപ്പോൾ തൊട്ടാണ്? ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിട്ട് അവർ മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്ത് ഷെയർസ് അലോട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവർ ഡീംഡ് ടു ഹാവ് കമൻസ്ഡ് വർക്കിംഗ് എന്ന ഒരു പൊസിഷൻ കൈവരിക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടുത്തെ പീരിയഡ് പറഞ്ഞിട്ടുള്ളത് 6 months ആണെങ്കിലും ഈ ഒരു സംഭവം നമ്മൾ ഓർത്ത് വെക്കണം. ചിലപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ വരാലോ. അപ്പോൾ എപ്പോൾ തൊട്ടിട്ടാണെന്നുള്ള, അപ്പോൾ ഫസ്റ്റ് ജനറൽ ബോഡി കണ്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഹെൽഡ് ചെയ്തതിന് ശേഷം ഒരു സൊസൈറ്റി ഡീംഡ് ടു ഹാവ് കമൻസ്ഡ് വർക്കിംഗ് ആണ് എന്ന പോയിന്റും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു റൂളിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് റൂൾ 8 പറയുന്നത്. എന്താണ് റൂൾ 8 പറയുന്നത്? ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്താണ്? അപ്പോൾ അതൊക്കെ നമുക്ക് വേഗത്തിലൊന്ന് മനസ്സിലാക്കി പോവാം. വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് വിത്തിൻ 3 months 3 മാസത്തിനകം ചീഫ് പ്രൊമോട്ടർ ദർ ഓഫ് ഷാൾ. ആരാണ് അതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത്? ചീഫ് പ്രൊമോട്ടറാണ് അല്ലേ. ചീഫ് പ്രൊമോട്ടർ ആവാം അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ആവാം. പ്രൊമോട്ടേഴ്സ് ദർ ഓഫ് ഷാൾ കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. കൺവീൻ ചെയ്യാനും വിളിച്ചു ചേർക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ചീഫ് പ്രൊമോട്ടറിൽ നിക്ഷിപ്തമാണെന്ന് പ്രത്യേകം പഠിക്കണം. ആരിൽ നിക്ഷിപ്തമാണ്? ചീഫ് പ്രൊമോട്ടറിൽ. അപ്പം 3 മാസം കാലാവധിക്കുള്ളിൽ, അതായത് വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ആര്? ചീഫ് പ്രൊമോട്ടർ ഷാൾ കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ഓൾ പേഴ്സൺസ്. അവിടെയും ശ്രദ്ധിക്കണം, ഓൾ പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അർഹതയുള്ളത് ആർക്കാണ്? ഹു ഹാഡ് സൈൻഡ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. അവിടെ കൂടിയിട്ട് പൊതുയോഗം കൂടി എല്ലാവർക്കുമല്ല, ആരാണോ ഈ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ,
അവരാണ് പ്രൊമോട്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. പ്രൊമോട്ടിംഗ് കമ്മിറ്റിയിലുള്ളത് ഒറിജിനൽ പ്രൊമോട്ടേഴ്സ് അവരാണ് അല്ലേ. അപ്പോൾ അവർ ആ സൈൻഡ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി അവർക്കാണ് ഈ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാൻ കൺവീൻ ചെയ്യാനുള്ള അറിയിക്കേണ്ടത്. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഷാൾ കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ഓൾ പേഴ്സൺസ് ഹു ഹാഡ് സൈൻഡ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി where the chief promoters failed to convene the meeting as aforesaid. മേലെ പറഞ്ഞിട്ടുള്ള പോലെ കൺവീൻ ചെയ്യാൻ ചീഫ് പ്രൊമോട്ടർ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആര് കൺവീൻ ചെയ്യും? ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ രജിസ്ട്രാർ, അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്യുന്ന ആരായാലും അത്. ഇറ്റ് ഷാൾ ബി കൺവീൻഡ് ബൈ എനി പേഴ്സൺ, ഏതെങ്കിലും വ്യക്തി വെച്ചാൽ അങ്ങനെ ഏതെങ്കിലും വ്യക്തിനെ രജിസ്ട്രാർ ഏൽപ്പിക്കില്ല, ഓതറൈസ്ഡ് ആയ പേഴ്സൺസിനെയാണ് ഏൽപ്പിക്കുക. കൺവീൻഡ് ബൈ എനി പേഴ്സൺ ഓതറൈസ്ഡ് ഇൻ ദാറ്റ് ബിഹാഫ് ബൈ ദ രജിസ്ട്രാർക്ക് പകരം അദ്ദേഹം ഓതറൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത് കൺവീൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ജനറൽ ബോഡി കൺവീൻ ചെയ്യാനുള്ള അധികാരം, ഫസ്റ്റ് ജനറൽ ബോഡി കൺവീൻ ചെയ്യാനുള്ള അധികാരം 2 പേരിൽ നിക്ഷിപ്തമാണ്. ഒന്നാരെന്ന് പറയുമോ? ഒന്ന് ചീഫ് പ്രൊമോട്ടറാണ് അല്ലേ. പിന്നെ ആരാണ്? പിന്നുള്ളത് രജിസ്ട്രാറാണ്. രജിസ്ട്രാർ എംപവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കും ആ ഒരു അധികാരമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഹിഡൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് എങ്ങനെ തിരിഞ്ഞു വേണമെങ്കിലും വരാം. അപ്പോൾ നിങ്ങൾ റൂള് പഠിക്കുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ എഴുതി വയ്ക്കുക. ഇതിൽ നിന്ന് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പം തന്നെ ക്ലാസ് കാണുന്ന ഓരോ ആൾക്കാരും ഇപ്പം തന്നെ എന്തെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും ഇതിൽ നിന്ന്. ഒരു റൂള് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയമല്ലേ വേണ്ടൂ. ഒരു റൂളിൽ നിന്ന് ചിലപ്പോൾ ഒരു 4 ക്വസ്റ്റ്യൻ കിട്ടും, അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ. ഈ റൂൾ എങ്ങനെയൊക്കെ തിരിച്ച് ചോദിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതി വയ്ക്കൂ. എന്നിട്ട് അത് നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കൂ. ഇങ്ങനെ കാണാതെ ഒരു പാരഗ്രാഫ് പഠിക്കുന്നതിനേക്കാൾ മലയാളത്തിൽ എഴുതിക്കോളൂ, ഇംഗ്ലീഷിൽ എഴുതിക്കോളൂ, എന്തോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പോയിന്റ് ഉണ്ടായാൽ മതി. ക്വസ്റ്റ്യൻ മലയാളത്തിൽ എഴുതൂ, ഉത്തരം മലയാളത്തിൽ എഴുതൂ, കുഴപ്പമില്ല. നിങ്ങൾക്ക് എക്സാം ആകുമ്പോൾ വായിച്ചാൽ പോരെ. അപ്പം അങ്ങനെ ഇതിങ്ങനെ ഒരു എസ്സേ പോലെ പഠിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കുക. ഏതൊക്കെ ചോദ്യങ്ങൾ വരും, അല്ലെങ്കിൽ ഏതും വരാമല്ലോ. ഏതിനും ഇമ്പോർട്ടൻസ് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. നമ്മളിപ്പോൾ ചിലത് ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയില്ല എന്ന് വരും. നമ്മൾ ശ്രദ്ധിക്കാത്ത പോയിൻ്റ് ആവും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ റൂള് പഠിക്കുമ്പോഴും ഓരോ സെക്ഷൻ പഠിക്കുമ്പോഴും ക്വസ്റ്റ്യൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി എഴുതി വെക്കണം. അല്ലാതെ പറ്റില്ല കേട്ടോ. എഴുതി വെച്ച് പഠിക്കണം. ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാം, എന്തൊക്കെ വരാം നിങ്ങൾ അപ്പം എഴുതി വയ്ക്കാം. അപ്പം നമുക്കതൊരു ബേർഡനായി തോന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ജനറൽ ബോഡിയിൽ ഇത്രയും ചെറിയ ഒരു പാരഗ്രാഫിൽ നിന്നാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വരാമെന്ന് പറഞ്ഞത്. അടുത്തൊരു പോയിന്റിലേക്ക് കടക്കുകയാണെങ്കിൽ, അടുത്ത ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്തൊക്കെ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യും അതിൻ്റെ ഉള്ളിൽ. ഫസ്റ്റ് ജനറൽ ബോഡിൻ്റെ എന്തെല്ലാമാണ് ചർച്ചയ്ക്ക് വെക്കുന്നതെന്നാണ് പറയണത്. അതും ചോദ്യം വന്നിട്ടുണ്ട്. 4 പോയിന്റുകൾ തരും, ഒരെണ്ണം ഇല്ലാത്തതാവും. അപ്പോൾ ഇത് വ്യക്തമായിട്ട് പഠിച്ചാലല്ലേ നമുക്ക് ഇല്ലാത്തത് ഏതാണെന്ന് പറയാൻ പറ്റുള്ളൂ. എലക്ഷൻ, ഇവിടെ ഒന്നും മാറ്റം വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഒന്നും അമെൻമെൻറ്റ്സ് വന്നിട്ടില്ല. അതൊക്കെ പഴയ തന്നെയാണ്. എലക്ഷൻ ഓഫ് എ പ്രസിഡന്റ് ഫോർ ദ മീറ്റിംഗ്, അതുപോലെ തന്നെ റീഡിംഗ് 1A ആയിട്ട് കൊടുത്തിട്ടുള്ളത് റീഡിംഗ് ആൻഡ് റെക്കോർഡിംഗ്. എന്താണോ ബൈലോയിൽ പറഞ്ഞിട്ടുള്ളത്, രജിസ്റ്റേർഡ് ബൈലോയിൽ പറഞ്ഞിട്ടുള്ളത് അത് വായിക്കുകയും അത് റെക്കോർഡിക്കലാക്കുകയും ചെയ്യും. ഓക്കെ, പ്രസിഡന്റിനെ എലക്ട് ചെയ്യും. കാരണം ഇതുവരെ നേതാവില്ല, തലവനില്ലാതെ ചീഫ് പ്രൊമോട്ടറാണ് എല്ലാം വലിച്ചുകൊണ്ട് നടന്നിരുന്നത്. അപ്പം ഇനി അതെല്ലാം വലിക്കാൻ വേറെ ആൾ വേണം അല്ലേ. ചീഫ് പ്രൊമോട്ടർക്ക് ഇങ്ങനെ കാലാകാലം വലിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയും, ഞാൻ ഇവിടെ തീരുമാനമാക്കും, നിങ്ങൾ പ്രസിഡന്റിനെ വേഗം എലക്ട് ചെയ്ത് കൊടുത്തോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സമ്മതനായ ഒരു വ്യക്തി ആരാവും? പ്രസിഡന്റ് ആവും. അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. പിന്നെ മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. റിസീവിങ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓൾ ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ടു ബൈ ദ ചീഫ് പ്രൊമോട്ടർ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്, അതുപോലെ തന്നെ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവിടെ അവതരിപ്പിക്കും. ബജറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാസ് ചെയ്യും. വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി ഫോർ ദ ഇയർ ഇഫ് എനി അതർ മാറ്റേഴ്സ് കണക്റ്റഡ് വിത്ത് ദ വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട മറ്റു വല്ല ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗിൽ ട്രാൻസാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എലക്ഷൻ ഓഫ് എ പ്രസിഡന്റ് ഫോർ ദ മീറ്റിംഗ്, റീഡിംഗ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ദ രജിസ്റ്റേർഡ് ബൈലോ, അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്, റിസീവിംഗ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓൾ ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ഇൻ ടു ബൈ ദ ചീഫ് പ്രൊമോട്ടർ, പാസിംഗ് ബജറ്റ്. പിന്നെ അതുപോലെ തന്നെ
ബഡ്ജറ്റ് പാസ് ചെയ്യുന്നു ഫോർ ദ വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി ഫോർ ദ ഇയർ ഇഫ് എനി അതർ മാറ്റർ കണക്റ്റഡ് വിത്ത് ദ വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് ഈ ജനറൽ ബോഡി മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട റൂൾ 8A കൂടി ഒന്ന് നോക്കിയിട്ട് പോകാം. കാരണം റൂൾ 9 ഇനി കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. റൂൾ 9 എന്താണ്? പ്രൊസീജിയർ റിഗാർഡിംഗ് അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ആണ്. അവിടെ കുറച്ച് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. റൂൾ 8A കൂടി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത് നമുക്ക് ചെയ്യാനും നിങ്ങൾക്ക് പഠിക്കാനും സുഖത്തിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആകുമ്പോൾ നിങ്ങളും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സുഖമാണ്, നിങ്ങൾക്ക് കാണാനും നോട്ട് എഴുതാനും ഒക്കെ സൗകര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ റൂൾ 8 ആണ് നമ്മൾ പറയുന്നത്. ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. ജനറൽ ബോഡി നോട്ടീസ് കൊടുക്കും. ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുമ്പം സ്റ്റേറ്റിംഗ് എന്തൊക്കെ വേണം? പ്ലേസ്, ഡേറ്റ്, ഹവർ ഓഫ് മീറ്റിംഗ്. അത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പ്ലേസ്, ഡേറ്റ്, സമയം, ഹവർ ഓഫ് ദ മീറ്റിംഗ് ടുഗദർ വിത്ത് അജണ്ടയും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ പ്ലേസ്, ഡേറ്റ്, ഹവർ ഓഫ് ദ മീറ്റിംഗ്, അജണ്ട എല്ലാവർക്കും കൊടുക്കണം. നോട്ടീസ് ഓഫ് ദി ജനറൽ ബോഡി കൊടുക്കുന്നത് അറ്റ്ലീസ്റ്റ് 15 ക്ലിയർ ഡേയ്സ് ആണ്. 15 ദിവസം ക്ലിയർ ഡേയ്സ് നോട്ടീസാണ് കൊടുക്കുന്നത്. എങ്ങനെ? മീറ്റിംഗ് കൂടുന്നതിന് മുന്നേ വേണം കേട്ടോ. ബിഫോർ ദ ഡേറ്റ് ഓഫ് മീറ്റിംഗ് ദ മാനർ സ്പെസിഫൈഡ് ഇൻ ദ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള മാനർ പ്രകാരം. പ്രൊവൈഡഡ് ദാറ്റ് ആൻ അർജൻറ്റ് കേസ്, ഇനി എന്തെങ്കിലും ഒരു അർജൻറ്റ് കേസ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ജനറൽ ബോഡിയിൽ എന്തെങ്കിലും അർജൻറ്റ് കേസ് ഉണ്ടായാൽ എന്ത് ചെയ്യാം? മീറ്റിംഗ് ക്യാൻ ബി കൺവീൻഡ് ബൈ ഗിവിംഗ് നോട്ടീസ് ലെസ് ദാൻ പീരിയഡ് ഓഫ് 15 ഇയർ ക്ലിയർ ഡേയ്സ് നോട്ടീസ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി 15 ക്ലിയർ ഡേയ്സ് നോട്ടീസ് അല്ലാതെ ഒരു മീറ്റിംഗ് കൂടണമെങ്കിലും കൂടാട്ടോ. എ പീരിയഡ് ഓഫ് 15 ക്ലിയർ ഡേയ്സ് നോട്ടീസ് അല്ലാതെ അതിൽ കുറഞ്ഞിട്ട് ലെസ് ദാൻ ആയിട്ടും ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് 8A ജനറൽ ബോഡിയായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ബാക്കി നമുക്ക് നല്ലൊരു ക്ലാസ്സുമായിട്ട് കാണാം കേട്ടോ. താങ്ക്